ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു കുഞ്ഞു വ്ളോഗാണ് ചെയ്യുന്നത്. ചില വീക്കെൻഡിലൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഒത്തുചേരാറുണ്ട്. ബീച്ചിലോ അല്ലെങ്കിൽ പാർക്കിലൊക്കെ ആയിരിക്കും കൂടുതലും. അത് കുട്ടികൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അതുപോലുള്ള ഒരു ഒത്തുചേരലിൻ്റെ വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ കൂടിയത് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ളൊരു ചെറിയ പാർക്കിലാണ്. അപ്പോൾ ഒരു വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ എത്തി. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഒരു തമിഴ് ഫാമിലി ഉണ്ട്. അപ്പോൾ അവർ കുറച്ച് ഉഴുന്നുവടൻ്റെ ബാറ്ററും അതിലേക്കുള്ള ചട്നിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ചൂട് ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഉഴുന്നുവട ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ. മാറി എല്ലാവരും ഇങ്ങനെ ഉഴുന്നുവട ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ വട ഉണ്ടാക്കി ഇടുന്നതേ കാണുന്നുള്ളൂ, അത് അപ്പം തന്നെ കാലിയാവണമുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങി. കുട്ടികളൊക്കെ അവിടെ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കണലുണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണിപ്പോൾ. ചൂടായി അപ്പോൾ തീ കത്തി കണ്ടപ്പോൾ തന്നെ കുട്ടികളൊക്കെ പാർക്കിൽ നിന്ന് ഓടി വന്നു. അവർ നല്ല ഹാപ്പിയാണ്. അതുപോലെ തന്നെ നല്ല വിശപ്പുണ്ട്, കാരണം നല്ല കളിയായിരുന്നു. ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രില്ലിലേക്ക് ചിക്കൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ ഞങ്ങൾ റൂമിൽ തന്നെ മസാലയൊക്കെ തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ഞങ്ങൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുകയും ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ കണലായി കഴിഞ്ഞത് പെട്ടെന്ന് നമുക്ക് വേവായിട്ട് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്, ഇനി സെക്കൻഡ് ട്രിപ്പ് വെക്കുകയാണ്. അപ്പോൾ അത് സെക്കൻഡ് ട്രിപ്പും ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് കൊടുന്നപ്പോൾ അത് വേവായിട്ടില്ലേ എന്നുള്ളൊരു സംശയം. അപ്പോൾ ഞാനതൊന്ന് കീറി മുറിച്ചൊന്ന് പരിശോധിക്കുകയാണ് വേവായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർക്ക് തീരെ ക്ഷമല്ല, അവർ ചിക്കൻ കണ്ടപ്പോഴേ തുടങ്ങിയതാണ്. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ട്രിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ വലിയൊരു പാത്രത്തിലിട്ടിട്ടാണ് എല്ലാവരെയും ചുറ്റും ഇരുത്തിയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ചിക്കനാകുമ്പോൾ എല്ലാവരും ചിക്കൻ മാത്രം കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നൂഡിൽസും കൂടെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പൊറാട്ടി വാങ്ങിച്ചിട്ടുണ്ട്. നൂഡിൽസ് അധികം മസാല ഒന്നും ചേർക്കാതെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ അത് കഴിച്ചോളും. അതിലേക്ക് 2 ചട്നിയും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയുടെ ചട്നിയും അതുപോലെ തന്നെ പുതിന ചട്നിയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി കുട്ടികൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളും കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരം കൂടെ സംസാരിച്ചിരുന്നു. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷനാണ്, സ്കൂളൊന്നുമില്ല. അപ്പോൾ ഒരു 1 മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ഒത്തുചേരാമെന്നുള്ള പ്രതീക്ഷയുമായി പിരിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വ്ളോഗുകളുമായി അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു. കണ്ടോ ഗ്രീൻ ചട്നി വലിയ കവർ കവർ കൊടുക്കണം.